ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണാൻ പോകുന്നത്. രാവിലെ തന്നെ റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കോളേജിലോട്ട് ഇറങ്ങി. നമ്മുടെ അച്ഛനാണ് കാലടി വരെ കൊണ്ടുവന്നാക്കിയത്. അവിടെ നിന്ന് നമ്മൾ ബസ്സൊക്കെ കയറി കോളേജിലെത്തി. പിന്നെ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ വീട്ടിലെത്തി, കോളേജിലെത്തി ഗൈസ്. ഫിദ പാത്തുണ്ട് നമ്മൾ. ഞാൻ അപ്പൊ മാർച്ച് 8 കൂടെ അവധി വെച്ചിട്ടുണ്ട്. അതെ, കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം അറിഞ്ഞത്. നമുക്ക് ഇന്ന് ക്ലാസ് ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് കുറച്ച് നേരം ഇനി നടക്കാം. അങ്ങനെ ആദ്യം തന്നെ ക്യാൻറ്റീനിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ബാസ്കറ്റ് ബോൾ കോർട്ടിലോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ ഡാൻസ് പ്രാക്ടീസിനായിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് തിരിച്ചു വന്നു. ഇന്നപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. അല്ല, ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മിസ്സുമാർക്ക് മീറ്റിംഗ് വന്നുകൊണ്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ കറങ്ങാൻ വന്നു. എവിടെ? BBC വരെ ചുമ്മാ. എന്നിട്ട് അവിടെ ഇരുന്നു. ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഓണത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസ്. നമ്മൾ എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാംസ് കുറച്ച് മിനിമലാക്കണമുണ്ട്. നമ്മൾ ഡാൻസ് പ്രാക്ടീസ് നിർത്തി വെച്ചിട്ട് അടുത്ത കടയിലോട്ടാണ് പോയത്. ഓർണമെൻറ്റ്സ് വാങ്ങിച്ചു. അതിന് നമ്മൾ കമ്മൽ വാങ്ങിക്കാൻ പോവാണ് ഗൈസ്. നമ്മളിന്ന് ഫുൾ കറക്കമാണ്. നമ്മൾ കമ്മൽ നോക്കുകയാണ് ഗൈസ്, ഫിദയ്ക്ക് വേണ്ടിയിട്ട്. ഫിദയ്ക്ക് ഗൈസ്, ശരിക്കും ഫിദയ്ക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ അല്ല, നയനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മൽ. പോയി നോക്കിയിട്ട് വരാം. അടിപൊളി. ഞാൻ ഗസ്റ്റുകൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. ആപ്പിൾ ജ്യൂസ്, ഗ്രീൻ ആപ്പിളും ഉണ്ട്. നമ്മളങ്ങനെ അടുത്ത കടയിലോട്ട് പോവാണ് ഗൈസ്. നമ്മളങ്ങനെ അവിടെ ചെന്ന് കുറച്ച് മാലകളും കമ്മലുകളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ക്ലാസ്സിലോട്ട് വന്നു ഫുഡ് കഴിക്കാനായിട്ട്. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടായിരുന്നു ബാക്കി പരിപാടികളെല്ലാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഗ്രാവിറ്റി സിനിമ കണ്ടു. അതിനുശേഷം പ്രേമലേഖനം കണ്ടു. പുള്ളിക്കാരൻ അറിയാം ഡേഞ്ചർ ആണ്, ബട്ട് ഹി ഹാഡ് tourism a reality. Once considered science fiction, space tourism is now emerging as a next frontier in commercial travel, offering people to chance to see Earth from space and gravity. Space tourismന്റെ ഒരു ഇപ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. അങ്ങനെ ഗ്രാവിറ്റി കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെയായിരുന്നു കേട്ടോ പ്രേമലേഖനവും സ്ക്രീനിങ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു. ഗൈസ്, നമ്മൾ പടത്തിൻ്റെ ഡയറക്ടറെ കണ്ടു ഗൈസ്. ഡയറക്ടറാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡയറക്ടർ നമുക്ക് മുഖം തരുന്നില്ല. നമുക്ക് ആദ്യത്തെ സിനിമ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഫിദനോട് ഞാൻ ചോദിക്കണം, ഫിദനെ തെറി പറയും. എന്നാലും എന്താണ് അഭിപ്രായം? നല്ല സിനിമ. 2 വാക്ക് പറയൂ. സിനിമ കാണാൻ ഇങ്ങനത്തെ സിനിമ കാണുന്നു. എനിക്ക് എത്രയാണ് പറയാനുള്ളത്? നടക്കുന്നുള്ള വ്യൂ കിട്ടും. പ്ലീസ് പ്ലീസ്, എന്താ പറയാനുള്ളത് ഫിദ? നല്ല പാട്ട്. ആരുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു? വയനാട്. നമ്മളെന്ന് ഇഷ്ടല്ലേ? ഫിദയ്ക്ക് ഗ്രാവിറ്റി ഇഷ്ടപ്പെടാത്തതിൻ്റെ സങ്കടമാണ് ഇപ്പം നമ്മൾ ആ കണ്ടത്. കാലഘട്ടത്തെ എൻ്റെ
പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശമുണ്ടായി. എന്റെ ഗൈസ് നമ്മൾ തൊട്ട് പുറകിലിരുന്നാണ് ഡയറക്ടർ സിനിമ കണ്ടത്. ഡയറക്ടർ വർക്കേഴ്സിൻ്റെ ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു. ഇന്നത്തെ ദിവസം നമ്മൾ കോളേജിൽ വന്നിട്ട് പഠിത്തം ഒഴിച്ച് ബാക്കിയെല്ലാം നടന്നിട്ടുണ്ട്. നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 2 സിനിമ കണ്ടു. ഗ്രാവിറ്റി കണ്ടു, പ്രേമലേഖനം കണ്ടു. സിനിമ അല്ലല്ലോ. പ്രേമലേഖനം ഷോർട്ട് ഫിലിം. അതിൻ്റെ ഡയറക്ടറിനെ കണ്ടു. മൈ ഗോഡ്, ഇറ്റ് വാസ് അൺബിലീവബിൾ. ഓക്കെ, അപ്പം അത്രയ്ക്കുള്ളൂ നമ്മുടെ കോളേജ് ജീവിതം. ശരിക്കും ഇങ്ങനെയല്ല, എന്തോ ഭാഗ്യത്തിന് അതെ ഇങ്ങനെ കിട്ടാറില്ല. നമ്മൾ വീഡിയോ എടുക്കണോണ്ടാന്ന് തോന്നുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ. ചാ ബൈ ബൈ ബൈ.